ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വൈൽഡ് അവന്യൂ റിസോർട്ട് ട്രാൻസ്പാർഡ് മുമ്പിലെത്തിയിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ. അങ്ങനെ നമ്മളതിൻ്റെ മുമ്പിലെത്തി. പിന്നെ അതിൻ്റെ അകത്തേക്ക് പോകാം, ബാക്കി വിശേഷങ്ങളെ കാണാം. അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് വൈൽഡ് അവന്യൂ റിസോർട്ടിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പോവാം. കുത്തനെയുള്ള കയറ്റാണ്. ഈ കയറ്റത്തിൽ ഇങ്ങനെ നടന്ന് ഉണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. ഇത് മോളിൽ കാണുന്ന റിസോർട്ട്. ഇപ്പം ഇങ്ങനെ കയറി പോകാം. ഇവിടെ ഒരു വലിയ കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. വലിയതൊന്നല്ല, ഇത് ഇത്ര. ഇവിടെ ഇങ്ങനെ കാർ പാർക്കിംഗ്. ഞങ്ങൾ കുറച്ച് ചുറ്റി, നമുക്ക് എവിടേക്കോ വഴി തെറ്റി. ഗൂഗിൾ മാപ്പിലും ആപ്പിൾ മാപ്പിലും ഇങ്ങനെ ഇട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ടിലും 2 റൂട്ടാണ് കാണിച്ചത്. ഗൂഗിൾ മാപ്പ് കറക്റ്റായിട്ട് എത്തിച്ചു, ആപ്പിൾ മാപ്പ് എത്തിച്ചില്ല. എനിവേ ഇവിടെ എത്തി. കണ്ടോ, ചെറിയൊരു വ്യൂ ഞങ്ങൾ കാണുന്നില്ലേ? നല്ല ഭംഗിയുണ്ട്. ഇവിടെ കിഡ്സിനുള്ള പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇവിടെ അടുത്ത് കാണാനുള്ള പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇതാണ് കേട്ടോ റിസോർട്ട്. അടിപൊളി റിസോർട്ടാട്ടോ. ക്ലൈമറ്റ് ചെറിയ തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു സൈക്കിളൊക്കെ നമുക്ക് സൈക്കിളൊക്കെ എടുത്ത് ഈ റിസോർട്ടിൻ്റെ അകത്തോടെ ചവിട്ടാം. ഇവിടെ ഒരു ആർച്ചറിയുടെ ഏരിയ ഉണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂൾ കാണിച്ചു തരാം. ഓ, ഇവിടെ സൂപ്പറായിട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടുന്ന ആസ്വദിക്കാം കേട്ടോ. ഗീവറു കണ്ടോ, സ്വിമ്മിംഗ് പൂളൊക്കെ അടിപൊളിയല്ലേ? ഇവിടെ കിടക്കാമല്ലോ. അതെ, ഇവിടെ ഇങ്ങനെ കിടക്കാം. കൊച്ചിന് ഇഷ്ടമായി. കൊച്ചിന് സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. ഓ, അടിപൊളി. സിനമൻ ടീ ആണ്, വലിയ കുഴപ്പമില്ല, അടിപൊളി, കൊള്ളാം. നമ്മുടെ സാധാ കുക്കീസാ, അടിപൊളി. അടിപൊളി വ്യൂ കേട്ടോ. പ്രതീക്ഷിച്ച പോലെ അല്ല. ഇത് തേക്കടി അല്ല സ്ഥലം, ഇത് കുമ്മളി തേക്കടി റോഡാണ്. കുമ്മളിയാണ് ശരിക്കും സ്ഥലം. പക്ഷെ അടിപൊളി കേട്ടോ. ഈ വ്യൂ നോക്കി, നല്ല ഭംഗിയുണ്ട്. നമുക്കിനി റിസോർട്ട് മുകളിൽ പെയിൻറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവരങ്ങോട്ട് പൊക്കോ. എങ്ങനെയുണ്ടോ, നിനക്ക് ഇഷ്ടമായോ? അവനൊന്നും പറയല്ല, അവൻ അടിപൊളിയായിട്ട് ഓടിപ്പോവാ. ഈ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടുത്തെ റിസപ്ഷൻ ഏരിയയും ബാക്കി ഇങ്ങനെ കാണിച്ചു തരാം. അതെ, ഇവിടെയാണ് എൻട്രൻസ് കേട്ടോ. ഇതാണ് അതിൻ്റെ റിസപ്ഷൻ ഏരിയ. ഇവിടെ ഉള്ളതാണ് റെസ്റ്റോറൻറ്റ് ഏരിയ. ബുഫേ സെറ്റപ്പാണ്. ഫുഡൊക്കെ എന്താ നമുക്ക് കയറിയിട്ട് നോക്കാം. അപ്പോൾ അതേ റൂമിലേക്ക് കയറിയേക്കാണ്. റൂം ഒന്ന് കാണിച്ചു തരാം. ഇത് ബാത്റൂം. ഇത് ഇവിടെ സെറ്റപ്പായിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ TV, ഇത് നമ്മുടെ ബെഡ്. ഇത് പ്രീമിയം കാറ്റഗറി റൂമാണെന്നാണ് പറഞ്ഞത്.
പ്രീമിയം കാറ്റഗറി റൂമിൽ ഇതേ ഉണ്ട്. ഇവിടെ ടീ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സെപ്പറേറ്റ് ഫ്രിഡ്ജൊന്നും കണ്ടില്ല, അതിൻ്റെ അകത്ത് സാധനങ്ങളൊന്നും കണ്ടില്ല. സാരമല്ല, എന്തായാലും നമുക്കിത് റൂമുണ്ട്. അല്ല, കണ്ടിട്ടും കാര്യമല്ല, നമ്മളതിൽ നിന്ന് എടുക്കാറൊന്നുമില്ല. ഇനി നമ്മൾ പുറത്തേക്കുള്ള വ്യൂ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓ വേണ്ട, ഇതിലാണ് പുറത്തേക്ക് നമ്മൾ ഇറങ്ങി. ഓ സൂപ്പർ വ്യൂ കേട്ടോ. എനിക്ക് കേട്ടോ പുറത്തേക്കുള്ള വ്യൂ ആണ്. ബാൽക്കണിയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് അടിപൊളി വ്യൂ ആണ്. കണ്ടില്ലേ? അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റൂം മൊത്തത്തിലുള്ളൊരു വ്യൂ. 2 റൂം ഏതായാലും സെയിം ആണ്. അപ്പം എങ്ങനെയുണ്ടോ ട്രിപ്പ്? ഈ ട്രിപ്പ് എങ്ങനെയാണ്? നിനക്ക് ഇഷ്ടമായോ? ഈ റൂമൊക്കെയോ? പിന്നെ നിനക്കിവിടെ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? സൈക്കിളിൽ കയറാൻ നോക്കിയായിരുന്നോ? ചവിട്ടാൻ പറ്റുമോ? നിന്റെ അമ്പൂമ്പിലും വെച്ചിട്ടുണ്ട്. നിനക്ക് വിടാൻ അമ്പൂമ്പിലും വിടാൻ പറ്റില്ലേ? നോക്കാന്നാ. 5 മണിക്ക് ശേഷം തുറക്കണമെന്ന് ആരാ പറഞ്ഞേ? അമ്മയാണോ പറഞ്ഞേ? അവരോട് ചോദിക്കാൻ പോലായിരുന്നോ? അപ്പൊ കൊച്ചു അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റൂം സെറ്റപ്പ് കാര്യങ്ങൾ. അപ്പം ഒരു രസം നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വന്നു. ഇനി നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോയി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഇന്ന് കാണും. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടാ പോന്നേക്കണേ. കൊച്ച അവളെ വിളിക്കണേ. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടാ പോന്നേക്കണേ. 20 മിനിറ്റ്സ് എടുക്കും ഫുഡ് കിട്ടാൻ. അപ്പോൾ നമ്മൾ ഫുഡ് വന്നിടം വരെ നമ്മൾ റൂമിലേക്ക് കയറി പോകുന്നതാണ് കേട്ടോ. ജസ്റ്റ് റൂമിലേക്ക് സാധനമൊക്കെ വെച്ച് സെറ്റ് ആവുമല്ലോ കേട്ടോ. ഇത് അടിപൊളിയാണ് റിസോർട്ട്. 1 വർഷമായിട്ടുള്ള തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാം, നമുക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. റോഡ് സൈഡിൽ തന്നെയാണ്, ടൗണിൽ തന്നെ. അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. സെറ്റപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം നിങ്ങൾ പോരെ. ഞാൻ ഈ വീഡിയോയിൽ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്തേക്കാം കേട്ടോ. ജസ്റ്റ് ഒരു ദിവസമൊക്കെ താമസിച്ചിട്ട് വന്നാൽ അടിപൊളിയാണ്. 7000 റുപ്പീസിനാണ് നമുക്ക് ഈ റൂം കിട്ടിയേക്കണം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ റൂമിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇങ്ങനെ പോലെ പോലെ ഇതാണ് അളിയൻ്റെ സൈക്കിൾ സ്ലോ റേസ്. അളിയൻ സൈക്കിൾ സ്ലോ റേസിലെ പണ്ടത്തെ ചാമ്പ്യൻ ഓഫ് മുടവൂർ. ഇപ്പം ചാമ്പ്യൻ ഓഫ് എവിടുത്തെയോ. ഇതേണ്ട അളിയൻ്റെ മാരക പ്രവർത്തനമാണ് നിങ്ങൾ കാണുന്നത്. ഇത് എൻ്റെ ചാനലിൽ മാത്രമായിട്ട് കാണാൻ പറ്റുള്ളൂ, വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അളിയൻ ഉത്തരാഖണ്ഡിൽ പോയിട്ട് സൈക്കിൾ ചവിട്ടിയാണോ കേരളം വരെ വന്നേന്ന് അളിയൻ. തള്ളി മറിക്കാലോ നമുക്ക്. എന്താന്ന് വെച്ചാ ഒന്നും മ്യൂട്ട് ചെയ്യില്ല. മ്യൂട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമല്ലോ. ഇതെല്ലാം വരും. വാങ്ങാം. ഗീവറ് എങ്ങനെയുണ്ടോ? തണുപ്പുണ്ടോ? ഓ കൊച്ചിത ഇങ്ങനെ വെള്ളത്തിൽ ചാടിയിട്ടാ. നല്ല തണുപ്പാന്ന് പറഞ്ഞ്. ഓ നൈറ്റ് വ്യൂ ഉണ്ടോ? റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാട്ടാ. എടി ജിനു ഒരു ഹായ് പറഞ്ഞേ. ഏതായാലും നോക്കി. ഇതാണിട്ട് ഈ നൈറ്റ് വ്യൂ, റിസോർട്ടിലെ നൈറ്റ് വ്യൂ. ഇത് കണ്ടോ? വേണ്ടല്ലേ, അത് വീർപ്പിച്ചാൽ മതി. സമയം എടുക്കോളിയാ. കണ്ടോ? ഇതാണ് പൂളിലെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ താഴേക്കുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. ഇത് നൈറ്റിലെ വ്യൂ ആണ്. ഇത് കണ്ടില്ലേ? പൂൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കൊച്ചു ശരിക്കും ചാടി അടിച്ചു പൊളിക്കുന്നുണ്ട്. ഗെയിമോ ഒരു ഹായ് പറഞ്ഞാടാ. ഒരു ഹായ്. അവൻ ശരിക്കും ഇപ്പൊ മെയിൻ പൂളിലേക്ക് ഇറക്കിയിട്ടുണ്ട്. എങ്ങനെ നോക്കടാ? ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറഞ്ഞേ. ആ ചേട്ടൻ്റെ അടുത്തൊന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്ന് കേട്ടാൻ
മുത്തപ്പ എനിക്ക് അതിന് ചാടി കഴിഞ്ഞാൽ അവനെ എടുക്കാനറിയില്ല, അതുകൊണ്ടാണ്. ഇതാണ്ട് രാവിലത്തെ ഒരു വ്യൂ. ഇതിപ്പോൾ സമയം 8:30 കഴിഞ്ഞ് 9:30 നല്ല ഉറക്കായിരുന്നു. 8:30 എണീറ്റപ്പോൾ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. രാവിലത്തെ വ്യൂ കണ്ട് കാണുന്നത്. നല്ല കാറ്റുണ്ട്. ഇതേ കൊച്ചവിടുന്ന് അമ്പൂമ്പിൽ എടുത്തിട്ട് നടന്നു എൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ആണ്. അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു രാവിലെ കേട്ടോ. ഇതേ ഹായ്, ആളെ ഓടിപ്പോയി. ബാ, ഇല്ല എവിടെ? എടാ ഇപ്പൊ പാർക്കിലേക്ക് പോകണ്ട, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വാ. നിങ്ങൾ ഇനി താഴേന്ന് വിളിക്കണ്ടേ, നീ ഫുഡ് കഴിച്ചിട്ട് വാ. ഇതൊക്കെയാണ് രാവിലത്തെ വ്യൂ. ഇപ്പം ഇനി ഫുഡ് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. റിസോർട്ടിൻ്റെ പുറകോസ്റ്റേക്ക് ഒന്ന് വന്നാ കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണാം എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് നോക്കാമല്ലോ. ബാക്കി കയറും. പുറയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല പാറയാണ് മുകളിലേക്ക്. ഇത് അതിൻ്റെ മുകളിലേക്ക് കയറുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യൂ ഉണ്ടാവും. എത്ര ഒന്നും കയറി പോകണം, അവിടെ ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ കെട്ടി തിരിച്ചിട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഒന്നും കയറാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇവിടുത്തെ വ്യൂ കേട്ടോ. ബാ നമുക്ക് താഴേക്കോ. പിന്നെ എല്ലാവരും വിറ്റമിൻ ഡി കൊള്ളാൻ വേണ്ടി വന്നിരിക്കും കേട്ടോ. സൂപ്പറായിട്ട് വിറ്റമിൻ ഡി കിട്ടും. ദേ ഒരു വിറ്റമിൻ ഡി ഭയങ്കര കുറവുള്ള ഒരാൾ തോന്നുന്നു. എടി സി എ ഡി എ എൻ്റെ അമ്മോ നല്ല അടിപൊളി സെറ്റപ്പ് കേട്ടോ. നല്ല വെയിലുണ്ട് ഇപ്പോൾ. ബാക്കി വ്യൂസൊക്കെ കാണിച്ചു തരാം കേട്ടോ. രാവിലത്തെ വ്യൂ, മോർണിംഗ് വൈബ്. ഇവിടെ ആൾക്കാർ ഷട്ടിൽ കളിക്കുന്നുണ്ട് കേട്ടോ. ദേ പിന്നെ പുറത്തേക്കുള്ള വ്യൂ നമുക്ക് ജസ്റ്റ് നോക്കാട്ടോ. രാവിലെ എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ് എന്നൊന്നും അറിയണ്ടേ. ഓ നല്ല കാറ്റുണ്ട് കേട്ടോ. സൂക്ഷിച്ചാൽ കേട്ടോ, ഇല്ലേ താഴെ പോവും. അതെ ഇതാണ് കേട്ടോ രാവിലെ മോർണിംഗ്. ഓ പ്ലസൻറ്റ്. രാവിലെ എൻ്റെ ഇപ്പോൾ നല്ല കോടയായിരുന്നു. ഉറക്ക ക്ഷീണത്തിലായതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതെ ഓവറോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. ഓവറോൾ ഈ റിസോർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ടുള്ളൂ. അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാഫ് ഇവിടെ ഇച്ചിരി കുറവാണ്. ബട്ട് നല്ലൊരു ആംബിയൻസ് കേട്ടോ. എന്നും ഈ മൂന്നാറൊക്കെ പോകാണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് നമുക്കൊന്ന് മാറി. തേക്കടി കുമളിയാണ് കറക്റ്റ് സ്ഥലം. കുമളിയിൽ ഞങ്ങൾ ഇന്നലെ ഇതിൻ്റെ ഇവിടുന്ന് തമിഴ്നാട് പോയി മുന്തിരിത്തോപ്പൊക്കെ കണ്ടു. ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡിന്നർ ഞങ്ങൾ ബുഫേന്ന് എടുത്തില്ല, അലാക്കാട്ടായിരുന്നു. അതെങ്കിൽ വയറുണ്ടായില്ല അത്ര കഴിക്കാൻ. അപ്പോൾ അതും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഓവറോൾ ഓക്കെയാണ്. വന്ന് സ്റ്റേ അടിക്കാം. ഒരു 7000 രൂപയാണ് റൂമിന്. ബാൽക്കണി ഉണ്ട്. ഇതേ ഇതൊക്കെയാണ് റൂം. വലിയ സീനൊന്നും ഇല്ല. വന്നത് എന്തായാലും താമസിക്കാം ഒരു ദിവസം. അടിപൊളിയാണ് കേട്ടോ. നല്ല വെയിലല്ലേ. അപ്പോൾ ഗൈസ് ഇതേ ഞങ്ങൾ ഇവിടുത്തെ റൂമിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ട്രിപ്പും കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാം. ഈ പോണ വഴിക്ക് വല്ലതും കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഗീവ് റൂട്ടിനൊക്കെ ഇന്ന് രാവിലെ മുതൽ എന്തോരം പൊളി ചടിയിടാം. 20 മിനിറ്റ്സ് ഒന്നും അല്ല കേട്ടോ. 1 മണിക്കൂറിന് മുകളിൽ പൂളി ചാടി, രാവിലെയും ചാടി. അപ്പോൾ ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്തിട്ടോ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വൺ ടൈം വന്ന് നിൽക്കാവുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അടിപൊളിയാണ്. ഇവരുടെ ഉള്ള ആൾക്കാരുടെ പെരുമാറ്റം അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. ഫുഡും തിരക്കേടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ റിസോർട്ട് വീഡിയോ. ഞങ്ങളുടെ റിസോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നിങ്ങളുടെ കമന്റ് അറിയിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബെൽ ബട്ടൺ അടിച്ചു. അപ്പോൾ ബൈ ഫ്രം അതെ, ബൈ ഫ്രം AGP's വേൾഡ്.